ഇന്ന് ചെറിയൊരു പയർ കൃഷി ആയാലോ? നമുക്ക് വീട്ടിലൊക്കെ ചെയ്ത് നോക്കാവുന്ന ചെറിയൊരു കാര്യമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് പയർ വേണമെങ്കിൽ വിത്തിടാം, അതല്ലെങ്കിൽ മുളപ്പിച്ചിട്ട് കുത്താം. അങ്ങനെ പല രീതിയിൽ ചെയ്യാം. പിന്നെ നമ്മൾ ഇപ്പോൾ കാണുന്ന സ്ഥലത്ത് ചെയ്യുന്നത് പയറും തണ്ണിമത്തനും കൂടിയാണ് കേട്ടോ. ഈ തണ്ണിമത്തൻ ചെയ്തതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് വേറെ ചെയ്യാം കേട്ടോ. പിന്നെ പയർ ഈ നീളമൊക്കെ ആയപ്പോൾ നമ്മൾ പന്തലിട്ട് കൊടുത്തു. അത് വെർട്ടിക്കലായിട്ടുള്ള പന്തലാണ് ഇട്ട് കൊടുത്തത്. വലയുടെ മെറ്റീരിയൽ തന്നെ ആയിട്ടുള്ള ഒരു നൂല് മേടിക്കാൻ കിട്ടും. ആ നൂലിക്കാണ് നമ്മളിപ്പോൾ ചെയ്തേക്കണേ. കാല് കുഴിച്ചിട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ കൂടെ കമ്പി വലിച്ച് കെട്ടിയിട്ട് പിന്നെ നമ്മൾ ക്രോസ് ആയിട്ടൊക്കെ ഈ നൂല് കെട്ടിയേക്കാണ്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമുക്ക് പയറൊക്കെ ഉണ്ടായി തുടങ്ങി. നമ്മളിവിടെ കൂടുതലും ഇലയിൽ കൊടുക്കുന്ന വളങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അത് 19-19 ഒക്കെയാണ്. അതാകുമ്പോൾ നമുക്ക് സ്പ്രേ ചെയ്യാനൊക്കെ വളരെ എളുപ്പമാണ്. പിന്നെ പെട്ടെന്ന് ചെടികൾക്ക് വലിച്ചെടുക്കാനും പെട്ടെന്ന് വളരാനും സഹായിക്കും. പിന്നെ കായ ഉണ്ടാവുന്നതിനും പൂ ഉണ്ടാവുന്നതിനും മുമ്പായിട്ട് നമ്മൾ 13-0-45 വളം അടിച്ചു കൊടുക്കണം. അപ്പോൾ നന്നായിട്ട് പൂവും കായകളൊക്കെ ഉണ്ടാവും. പിന്നെ കായ ഉണ്ടായി തുടങ്ങി കഴിയുമ്പോൾ നമ്മൾ 0-0-50 എന്നുള്ള ഒരു വളവും കൊടുക്കണം. അപ്പോൾ നല്ല രീതിയിൽ കായ്കൾക്ക് വലിപ്പം ഉണ്ടാവും. പിന്നെ നമ്മൾ തന്നെ കൃഷി ചെയ്ത് ഇതുപോലെ പയറൊക്കെ ഉണ്ടായി നിൽക്കണ കാണാനും നല്ല രസമല്ലേ. പിന്നെ നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിന് എടുക്കാം. പിന്നെ കൂടുതലുണ്ടെങ്കിൽ പൊട്ടിച്ച് കടയിൽ കൊടുക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ പയറൊക്കെ കൃഷി ചെയ്ത് നോക്ക്.